ഹായ് വ്യൂവേഴ്സ്, NH-66 കാഴ്ചകളാണ് നമ്മളിന്നിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ വർഷം മെയ് അവസാനത്തോട് പെയ്ത കനത്ത കാലവർഷത്തിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലെയും നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത 66 മലയിടിച്ചിൽ മൂലവും മണ്ണിടിച്ചിൽ മൂലവും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള കുപ്പത്തുകൂടി കടന്നു പോകുന്നതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ NH-66 കേടുപാടുകൾ സംഭവിക്കുകയുണ്ടായി. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ റോഡിൻ്റെ ഇടതുവശത്ത് മുൻപ് വാഹനങ്ങൾ കടന്നു പോയിരുന്ന ഒരു റോഡുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ പലർക്കും പെട്ടെന്ന് വിശ്വസിക്കുവാൻ കഴിയില്ല. എന്നാൽ അതാണ് സത്യം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, റോഡിൻ്റെ ഇടതുവശത്ത് കുന്നിൻ്റെ മുകൾ വശത്ത് കോൺക്രീറ്റ് മിക്സ് കൊണ്ട് കുന്ന് ബലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗങ്ങൾ മണ്ണിടിച്ചിൽ മൂലം തകർന്നു കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. പണ്ട് മുതലേ എല്ലാ മഴക്കാലങ്ങളിലും സ്ഥിരമായി കുന്നിടിച്ചിലുണ്ടാകുന്ന ഒരു പ്രദേശമാണ് കുപ്പം പ്രദേശം. ഈ കുപ്പം ഭാഗത്ത് നിർമ്മാണത്തിലിരുന്ന റോഡിനുണ്ടായ തകർച്ച ഇതുപോലുള്ള കുന്നുകളിലൂടെയൊക്കെ ദേശീയപാതകൾ പോലുള്ള പ്രധാനപ്പെട്ട റോഡുകൾ നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന സുരക്ഷാ മുൻകരുതലുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് ഇവിടുത്തെ മണ്ണിടിച്ചിൽ മൂലം ഒരാഴ്ചയോളം ഗതാഗതം വഴിതിരിച്ചുവിടുകയുണ്ടായി. ഇവിടെയുള്ള യാത്രക്കാർക്കും ഇവിടെ പ്രദേശവാസികൾക്കും ഇവിടെ വഴി യാത്ര ചെയ്യുന്ന ആളുകൾക്കും വളരെ വലിയ ബുദ്ധിമുട്ടാണ് അതുമൂലം ഉണ്ടായത്. ഇടുങ്ങിയ റോഡുകളിലൂടെയൊക്കെയാണ് ഗതാഗതമൊക്കെ വഴിതിരിച്ചു വിടേണ്ടി വന്നത്. ഇവിടെ ഈ കുന്നിടിഞ്ഞ ഭാഗത്ത് നമ്മളിപ്പോൾ നോക്കിയാൽ അവിടെ അങ്ങനെ ഒരു റോഡ് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏതാനും ശേഷിപ്പുകൾ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. കണ്ണൂരിനെയും കാസർഗോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ദേശീയപാതയിലൂടെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. എന്നിട്ടും ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് വേണം നമ്മൾ കരുതാൻ. കാലവർഷം ഇനിയും ശക്തമാകാനിരിക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ തുടർന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വഴി യാത്ര ചെയ്യുന്ന ആളുകൾ ഈ ഭാഗത്തെത്തുമ്പോൾ ഒരൽപ്പം മുൻകരുതലുകൾ എടുക്കുന്നതിന് വേണ്ടിയാണ്, ഇത് കാണുന്നവരൊരു മുൻകരുതൽ എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും കാസർഗോഡേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ വളപട്ടണം പാലം കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് എടുത്ത് സ്ട്രെയിറ്റ് പോയാൽ നമുക്ക് പഴയങ്ങാടി എത്താം. പഴയങ്ങാടി മാടായി വഴി നമുക്ക് പിലാത്ര എത്താം. ആ പിലാത്രയിൽ നിന്ന് നമുക്ക് കാസർഗോഡേക്ക് പോകുവാൻ സാധിക്കും. കുറച്ച് നല്ലൊരു റൂട്ടാണത്, നല്ല വഴിയാണ്. ഇത്രയും ബുദ്ധിമുട്ടോ മെനക്കേടുകളോ ഒന്നും ഇല്ലാത്ത റൂട്ടാണ്. അതൊഴിവാക്കി ഈ വഴി ഒഴിവാക്കണമെന്നുള്ളവർക്ക് ആ ഒരു വഴി തിരഞ്ഞെടുക്കാം. നല്ല റോഡാണുള്ളത്, കുഴപ്പമില്ല. വളവ് തിരികളൊക്കെ കുറവാണ്. അത്യാവശ്യം വേഗതയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ വഴി യാത്ര ചെയ്യുന്നവർ നല്ല മഴയുള്ള സമയങ്ങളാണെങ്കിൽ ആ ഒരു റൂട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കും.